അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയ ഈ ഭേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിതമായ ഭേദഭാഗം, പ്രത്യേകിച്ച് ഒരു ശവടക്ക ശുശ്രൂഷയൊക്കെ നടത്തുമ്പോഴാണ് നമ്മളിത് കൂടുതൽ ഉദ്ധരിക്കാറുള്ളത്. എന്നാൽ ആ ഭേദഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ചോദിക്കണം. ഇപ്രകാരമാണ് വാക്യം: കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി സ്തോത്രം. എന്നാൽ അതിന്റെ അടുത്ത സെന്റൻസ് എന്താണെന്നറിയാമോ? പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ഇന്ന് പകൽക്കാലം നമുക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട അവിടെ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കടന്നുപോയ വിശുദ്ധന്മാരുടെ ഒരു വലിയ ഗണത്തെ അപ്പോസ്തലനായ പൗലോസ് കണ്ടിട്ട് അവരുടെ ആത്മീയ ഓട്ടത്തിന്റെ സ്ഥിരതയെ ശരിയായി ഗ്രഹിച്ചിട്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത നടക്കുവാൻ പോകുന്നു. ഈ വിശുദ്ധന്മാർ ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചതിനാൽ അവർ ഉയർക്കും. നാം ആരാണ്? ഈ നാം ആരാണ്? ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഒന്ന് തെസ്സലോനിക്കർ ഈ ലേഖനം മുഴുവൻ ഒന്ന് ഓടി നടക്കാമെങ്കിൽ ആരാ ഈ നാമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ രാത്രി കാലം ഈ ലേഖനത്തിലൂടെ ഇങ്ങനെ ഉടനീളം ഓടുവാനിടയായി. ഏതാണ്ട് 7 പ്രത്യേകതകൾ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാമം ഉദ്ദേശിക്കുന്നവർ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ 7 യോഗ്യതകളെ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ എഴുതി കുറിച്ചിട്ടാണ് പറഞ്ഞത്. നാം രൂപാന്തരം പ്രാപിക്കും. ഇന്ന് പകൽക്കാലം നമ്മെ പരിശോധിക്കുന്ന ഒരു ദിനമായിരിക്കണം. നമ്മെ വിലയിരുത്തുന്ന ഒരു ദിനമായിരിക്കണം. പോരായ്മകളെ കാണുന്ന ഒരു ദിനമായിരിക്കണം. സ്ഥിരതയുടെ ഓട്ടത്തിന് മാറ്റു വരുത്തുന്ന ഒരു പകൽക്കാലമായി മാറണം. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. ആരാണ് ഈ നാം? ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് 1-ാം അധ്യായം 9-ാം വാക്യം ശ്രദ്ധിക്കാം. നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. സാരാംശം പറഞ്ഞ ഒന്നാമത്തെ യോഗ്യത വിഗ്രഹങ്ങളെ വിട്ടിട്ട് സത്യദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചോ. എടുക്കപ്പെടാൻ പോകുന്ന വിശുദ്ധന്മാരുടെ അടിസ്ഥാനപരമായ ഒന്നാമത്തെ യോഗ്യത വിഗ്രഹങ്ങളെ വിട്ടിട്ട് സത്യദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങി തിരിച്ചതാണ്. ഇത് പകൽക്കാലം ആശയമായിരിക്കുന്നത് യഥാർത്ഥ മാനസാന്തരത്തിന്റെ അനുഭവമാണ്. ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പുറമോട്ടൊന്ന് നോക്കിയാൽ വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ദിനം യേശു ക്രിസ്തുവുമായി നാം ബന്ധപ്പെട്ടു. ലോകപരമായ ചിലതിനെ നമ്മൾ വിട്ടിട്ട് ഈ സത്യദൈവത്തെ പിൻപറ്റുവാൻ ഒരു സമർപ്പണം എടുത്തവരുടെ കൂട്ടമാണ് ഇന്ന് പകൽക്കാലം ഇവിടെ ഉള്ളത്. ആ സമർപ്പണമുള്ളവർ കർമ്മദൈവത്തിന് സ്വാതന്ത്ര്യം. എന്നാൽ ഇന്ന് കൽക്കാലം നാം മറന്നു പോകരുത്. സഭയിൽ അത് വിഷയമായിരിക്കത്തില്ലായിരിക്കും. എന്നാൽ അനേക സഭകൾ ലോകത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. ദൈവസഭയായി കടന്നു വരുന്നുവെങ്കിലും യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി രക്ഷിതാവായി സ്വീകരിച്ചവർ എത്ര എന്ന് ചോദിച്ചാൽ അധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട്. 3 വിധത്തിലുള്ള സമൂഹം സാധാരണ കാണും. ഒന്ന്, ഒരു കാലത്ത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, പിന്നെ എങ്ങനെയോ ഒക്കെ അതൊക്കെ മറന്ന് പിന്മാറ്റത്തിലേക്ക് പോയി പഴയ ജീവിതം തന്നെ ജീവിക്കുന്ന ഒരു സമൂഹം. നമ്മെ തന്നെ വിലയിരുത്തണം. നാം ഏത് വിധത്തിലുള്ള സമൂഹമാണ്? സത്യദൈവത്തെ സേവിപ്പാൻ വിഗ്രഹങ്ങളെ വിട്ടെറിഞ്ഞ് യഥാർത്ഥ മനസ്സാന്തരം പ്രാപിച്ച് മനസ്സാന്തരത്തിന്റെ അനുഭവത്തിൽ
ഇന്നും നിലനിൽക്കുന്നു എന്ന് നീ വിലയിരുത്തണം. നിന്റെ അടിസ്ഥാന യോഗ്യത അതാവുന്ന സമയം കുറവായതിനാൽ രണ്ടാമത്തെ യോഗ്യതയിലേക്ക് നമുക്ക് കടന്നു വരാം. രണ്ടാമത്തേത് 2:13 നമുക്ക് കാണാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ സ്പഷ്ടമാണ്. രണ്ടാമത്തെ യോഗ്യത യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല, ദൈവവചനത്തെ ദൈവവചനമായി ജീവിതത്തിൽ അംഗീകരിച്ച് ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനത്തെ ദൈവവചനമായി തന്നെ കണ്ടിട്ട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയിലും വെടിപ്പിലും ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ആയിരിക്കുന്ന കാലഘട്ടത്തിൽ മറന്നു പോകരുത്. അടുത്ത സമയത്ത് ഒരു സെൻസസ് നടത്തിയതിൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരുടെ ഇടയിൽ പോലും ഏതാണ്ട് 20% ഉള്ളൂ ദൈവവചനം റെഗുലറായി വായിക്കുന്നവർ. ഇനി അടുത്ത ഒരു സർപ്രൈസ് ഞാൻ പറയാം. ദൈവദാസന്മാരെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഏതാണ്ട് 60% പ്രസംഗമുള്ളപ്പോൾ മാത്രം ദൈവം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മായമില്ലാത്ത പാല് കുടിച്ചാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് പകൽക്കാലം നമ്മൾ തന്നെ ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച വ്യക്തിത്വമാണ്. എന്നാൽ എന്റെ ആത്മീയ ജീവിതത്തിൽ വളർച്ചയ്ക്ക് ഞാനും ദൈവത്തിന്റെ വചനവുമായിട്ടുള്ള ബന്ധം എത്രത്തോളം? ബൈബിൾ സൊസൈറ്റിയുടെ 200 വർഷത്തെ സെലിബ്രേഷനിൽ പബ്ലിഷ് ചെയ്ത ആ ലിറ്റിൽ ബുക്ക്ലെറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ ഒരു പെൺകുട്ടി ഒരു വേദപുസ്തകം ഒന്ന് കാണുവാൻ വേണ്ടി 40 മൈലുകൾ സഞ്ചരിച്ച് ഒരു പുരോഹിതന്റെ ഭവനത്തിൽ ചെന്നു. പുരോഹിതൻ പറഞ്ഞു, അയ്യോ അത് വിശുദ്ധമാണ്, മറ്റാരെയും കാണിക്കാൻ ഒക്കത്തില്ല. അവൾ കെഞ്ചി, എനിക്ക് അതൊന്ന് കാണാനൊന്ന് അനുവദിക്കുക, ആ വിശുദ്ധ വേദപുസ്തകം let me see at least how it is. 40 മൈൽ നടത്തിയെന്ന് ആ പുരോഹിതൻ അത് അനുവദിച്ചില്ല. അവിടെയാണ് ബൈബിൾ സൊസൈറ്റിയുടെ ആരംഭം കുറിച്ചത്. ഇന്ന് പകൽക്കാലം മറക്കരുത്, ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു കോപ്പി കാണാൻ കൊതിച്ച ഒരു തലമുറ നമ്മുടെ പിൻപിലും ഇന്ന് ലോകത്തിന്റെ വിഭിന്ന ഭാഗങ്ങളിലുള്ളപ്പോൾ എന്റെയും നിന്റെയും ഡെസ്കിൽ എത്രയോ കോപ്പി വിശുദ്ധ വേദപുസ്തകം. ഇതിന്റെ മാധുര്യമെ മനസ്സിലാക്കി ഇത് ഉപയോഗിക്കുന്നവർക്കായി ഇത് കേൾക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം വിശുദ്ധന്മാരുടെ മധ്യത്തിൽ എടുത്തു പറയുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നവരുടെ രണ്ടാമത്തെ യോഗ്യത ദൈവത്തിന്റെ വചനത്തെ വചനമായി കണ്ട് അത് വായിച്ച് ധ്യാനിച്ച് ജീവിതത്തിൽ ഏറ്റെടുത്ത വിശുദ്ധിയിലും വെടിപ്പിലും ജീവിക്കുന്നതാണ്. പകൽക്കാലം മറന്നു പോകരുത്, ഈ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തുവിൽ വളരാൻ സാധിക്കില്ല. ഈ വചനത്തിന്റെ 3 പ്രക്രിയകൾ കാണുന്നത്. ഒന്ന്, വചനം നമ്മെ പ്രശംസിക്കും, വചനം നമ്മെ ശാസിക്കും, വചനം നമ്മെ ഉപദേശിക്കും. നമ്മുടെ ആത്മീയ നിലവാരം ശരിയാണെങ്കിൽ നമ്മെ പ്രശംസിക്കും, അവിടെ നമ്മൾ എളിമപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ വചനം നമ്മെ ശാസിക്കും, അവിടെ നമ്മുടെ തെറ്റുകളെ നമുക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല, വചനം നമ്മളെ ഉപദേശിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, വചനവുമായി ബന്ധപ്പെട്ട് ജീവിതത്തെ ബലയിരുത്തി സ്ഥിരതയുള്ള ഓട്ടത്തിന്റെ ഉടമകളാക്കുവാൻ. മൂന്നാമത്തെ യോഗ്യതയിലേക്ക് നമുക്ക് കടന്നു വരാം. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും
ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന് മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങൾ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ യോഗ്യത, ദൈവത്തിന് യോഗ്യമാണെന്ന് നടക്കണം. ഹല്ലേലൂയ. ഒന്ന്, മനസ്സാന്തരം. രണ്ട്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ച് വിശുദ്ധിയിലും വെടിപ്പിലും ജീവിക്കുക. മൂന്നാമത്തെ, ദൈവത്തിന് യോഗ്യമാണെന്ന് നടക്കുക. ഇന്ന് പകൽക്കാലം നാം പലതിനെ അഭിമാനിക്കുമ്പോൾ നാം ഒരു ചോദ്യം ചോദിക്കണം. എന്നെ മറ്റുള്ളവർ വീക്ഷിക്കുമ്പോൾ what they think about me. ഞാൻ എന്നെ കുറിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നതല്ല, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നതല്ല. ഒരു പുറത്തൊരു വ്യക്തിത്വം എന്നെ കാണുമ്പോൾ എന്ത് സംസാരിക്കും? ഇന്ന് പകൽക്കാലം നമ്മളെല്ലാം തികഞ്ഞവരെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവത്തിന് ചേർന്ന് നമ്മൾ സംസാരിക്കാനുണ്ട് കേട്ടോ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം തുടങ്ങുന്ന ഇങ്ങനെ അല്ലയോ? പ്രൈസലോ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധിക്കനുസരിച്ച് നടന്നതുപോലെ ഇനിയും നിങ്ങൾ നടക്കരുത്. സ്തോത്രം. എന്ന് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലെയും ഒരു പ്രതിഭാസമാണ് ദൈവ മക്കൾ ആത്മീയ നിലവാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ആത്മീയ നിലവാരത്തിന് കോട്ടം വരുത്തി പഴയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുപോകുക. Amen. 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 നമ്മൾ അറിയാതെ പഴയ ജീവിതത്തിലേക്ക് ഇഴുകിപ്പോകും. എഫെസോസിലെ സഭ ആത്മീയ നിലവാരത്തിൽ ഉന്നതികളിൽ വന്നിട്ടോ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശംസിക്കപ്പെട്ട സഭയായി മാറിയെങ്കിലും പരിശുദ്ധാത്മാവ് സഭയെ വിലയിരുത്തിയപ്പോൾ പറഞ്ഞത്, നിനക്ക് പ്രശംസിക്കുവാൻ അനേക കാര്യങ്ങളുണ്ടെങ്കിലും but you lost your first love. അതെ, നിന്റെ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നടക്കുന്നവരായിരിക്കണം, സാക്ഷ്യമുള്ളവരായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പുസ്തകങ്ങളുടെ 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പ്രത്യേക സംഭവം നടന്നു. മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 7 പേരെ തെരഞ്ഞെടുക്കുക. അറിയോ? മേശയിലെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കുന്നെങ്കിലും അന്നത്തെ ജോലി കഞ്ഞി വെക്കാനും വിളമ്പി കൊടുക്കാനും ഉള്ളവരെ തെരഞ്ഞെടുക്കും. പക്ഷെ അവർക്ക് വെച്ച യോഗ്യത 3 കാര്യമായതോ: ആത്മാവുള്ളവരും ജ്ഞാനമുള്ളവരും. ഇത് രണ്ടും മാത്രം പോരാ, നല്ല സാക്ഷ്യമുള്ളവർ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എടുത്തെടുത്ത് സംസാരിക്കുക. മനസ്സാന്തരപ്പെട്ട ദൈവ മക്കൾ ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന് യോഗ്യമാവണ്ണം നീ ജീവിക്കണം. ദൈവാത്മാവ് വിവേചിക്കുന്നു, പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ സുപരിതമായ ഭാഗമാണ്. നിങ്ങളെ തന്നെ ഈയുള്ള യാഗമായി സമർപ്പിക്കുവാൻ പറഞ്ഞു കണ്ടെന്ന് പറയുന്നത് ഈ ലോകത്തിന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മലയാളത്തിൽ വായിക്കുമ്പോൾ ഒരു ചെറിയ സെന്റൻസ്, ഈ ലോകത്തിന്, ഇംഗ്ലീഷ് വായിച്ചാൽ അറിയാമോ? Do not be conformed to this world. ആശയം മുഴുവൻ കിട്ടണമെങ്കിൽ ഞാൻ പറയാം. അതിന്റെ മൂലഭാഷയുടെ അർത്ഥം ഇതാ: Do not be identified with the lifestyle of the present evil age.